സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി.വി. നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 5. അച്ഛൻ അമ്മുവിൻ്റെയും അമലിൻ്റെയും ശിരസിൽ കൈവച്ച് ആശീർവദിക്കുകയും ചെയ്തിരുന്നു. 2 കുഞ്ഞു മക്കളും നല്ല മിടുക്കരായി വളർന്ന് നിന്റെ കുടുംബത്തിന് യശസ്സും സമാധാനവും ഉണ്ടാക്കി തരട്ടെ. കുഞ്ഞുവാവയെയും കൊണ്ട് അച്ഛനെ കാണാൻ പോകാനിരിക്കുകയായിരുന്നു സാജേട്ടൻ അവധിക്ക് വരുന്നതും കാത്ത്. നാളെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തു പറയണം? ദൈവം എന്നെ ഒരിക്കൽ അനുഗ്രഹിച്ചത് അതിനേക്കാൾ വലിയ ദുരിതങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും നിർഭയം തള്ളിയിടാനായിരുന്നുവെന്നോ? അച്ഛൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് നിരാലംബരായി പെരുവഴിയിൽ ഇറങ്ങിയിരിക്കുന്നുവെന്നോ? ഹലോ സാറേ, അമൽ ജനാലയുടെ നേർക്ക് തലനീട്ടി ഉറക്കെ വിളിച്ചു. വിമല ചുണ്ടിൽ വിരലമർത്തി വിലക്കി. ഈ ഹലോ വിളി ഷേർലി പഠിപ്പിച്ചതാണ് അവനെ. ഷേർലി അവനെ കണ്ടാൽ അങ്ങനെയാണ് സംബോധന ചെയ്യുക. ജോൺ സാറിൻ്റെ വീട്ടിൽ ഫോണുണ്ടായിരുന്നതിനാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അവൻ കണ്ടിട്ടുണ്ട്. മേശപ്പുറത്തിരുന്ന തല ഉയർന്നു. വിമലയ്ക്ക് നാണക്കേട് തോന്നി. മോൻ വിളിച്ചത് അയാൾ കേട്ടുവോ? നേരം വെളുത്ത് ഉച്ചയായി. എഴുന്നേറ്റ് പോയി ബാക്കി പറയാൻ അമലിനെ അവൾ അനുവദിച്ചില്ല. വായി പൊത്തിക്കളഞ്ഞു. എന്താ വേണ്ടേ? ആരാ? ഉണർന്നയാൾ നീരസത്തോടെ ചോദിച്ചു. ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു, വിമല പറഞ്ഞു. ഏതച്ഛനെയാ? അച്ഛന്മാരാരും ഇവിടെ ഇല്ലല്ലോ. എമ്മാനുവൽ അച്ഛനെയാ കാണേണ്ടേ. അച്ഛനിപ്പോൾ അരമനയിലാ. വിമല ഹതാശയായി. ഇവിടെ വരാറില്ലേ? മാസത്തിലൊരിക്കലെങ്ങാനും വരും. തീരെ വയ്യാണ്ടിരിക്കുക, അതുകൊണ്ടാണ് അരമനയിലേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ എടത്തിലച്ഛനാ എല്ലാം നോക്കി നടത്തുന്നത്. 2 വർഷമായിട്ട്. വിമല അമ്പരപ്പിൽ കുറേ സമയം നിന്നു. പരിചയമില്ലാത്തയാളാണ് ഓഫീസിലിരിക്കുന്നത്. എമ്മാനുവൽ അച്ഛൻ അധികാരം ഒഴിഞ്ഞു പോയപ്പോൾ പഴയ ആൾക്കാരും മാറിയിട്ടുണ്ടാവണം. ഇപ്പോഴത്തെ അച്ഛൻ ഇവിടെ ഉണ്ടോ? എങ്ങാണ്ടും ഒരു യാത്ര പോയിരിക്കുക. ചിലപ്പോൾ വൈകുന്നേരം വന്നേക്കും. എവിടുന്നാ? ഞാൻ കുറേ ദൂരേന്ന് വരികയാ. എനിക്ക് എമ്മാലു അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. എടത്തിലച്ഛനെ കണ്ടാൽ മതിയോ? എനിക്ക് പരിചയമില്ലല്ലോ. എമ്മാനുവൽ അച്ഛനെ പരിചയമുണ്ടോ? ഞാൻ ഈ അഗതി മന്ദിരത്തിൽ ജീവിച്ച് വളർന്നവളാ. പേര് വിമല. അച്ഛനാ എന്നെ എടുത്തു വളർത്തിയത്. എന്നാൽ പിന്നെ പോയിട്ട് നാളെ എങ്ങാനും വാ. എനിക്ക് കണ്ടിട്ടേ പോകാനൊക്കൂ. ഓഫീസിനുള്ളിൽ ഇരുന്നയാൾ എഴുന്നേറ്റ് വിമലയ്ക്ക് നീളം വരാന്തയിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അല്പസമയം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം കുട്ടികൾ വിശാലമായ അങ്കണത്തിലേക്ക് ഇറങ്ങി. അമൽ അഗതി മന്ദിരത്തിൻ്റെ മുമ്പിൽ ചെന്നു പുറകിൽ കയ്യും കെട്ടി മുറ്റത്ത് അനാഥ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് നോക്കി നിന്നു. അത് നോക്കിയിരിക്കെ വിമലയ്ക്ക് ഉൾക്കിടിലമുണ്ടായി. തൻ്റെ മക്കളും ആ അനാഥ കുഞ്ഞുങ്ങളും തമ്മിൽ നേരിയ അകലമേയുള്ളൂ. ഒരു കാൽ മുന്നോട്ട് വെച്ചാൽ അവർ അഗതികളായി കഴിഞ്ഞു. 20 വർഷക്കാലം ഒരനാഥനായി താൻ ജീവിച്ച മന്ദിരവും പരിസരവും തൻ്റെ കുഞ്ഞുങ്ങളും ഒടുവിൽ ഇവിടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. സന്ധ്യയോടെ എടത്തിലച്ഛൻ എത്തി. വിമല അദ്ദേഹത്തെ കണ്ടു. സ്വയം പരിചയപ്പെടുത്തി. എമ്മാനുവൽ അച്ഛനെ കാണേണ്ട ആവശ്യകത അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. എടത്തിലച്ഛൻ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. വിമല പറഞ്ഞതിൽ പകുതിയും അദ്ദേഹം കേട്ടില്ല. എന്നാലും കേൾക്കുന്ന മട്ടിൽ തലകുണുക്കുകയും വെറുതെ മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. സംസാരിക്കുന്നതിനിടെ അച്ഛൻ തിരക്ക് പിടിച്ച എന്തോ വായിക്കുകയും എഴുതുകയും പെട്ടി തുറക്കുകയും മേശവലിപ്പിൽ തപ്പിത്തെരയുകയും എഴുന്നേറ്റ് അലമാരയ്ക്കരികെ ചെന്ന് ആലോചിച്ച് നിൽക്കുകയും ആർക്കോ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ, വിശദമായിട്ട് സംസാരിക്കാം. വിമല വാ പൊളിച്ചു. താൻ പറഞ്ഞതൊന്നും അദ്ദേഹം കേട്ടില്ലേ? ഞങ്ങൾക്ക് പോകാനൊരിടമില്ല ഫാദർ. അച്ഛൻ മനസ്സിലാകാത്ത പോലെ അവളെയും കുഞ്ഞുങ്ങളെയും തുറിച്ചു നോക്കി. ഏതാനും നിമിഷം നിന്നു. പിന്നെ തലയാട്ടി. മത്തായി, അച്ഛൻ ഉറക്കെ വിളിച്ചു. ഒരു മധ്യവയസ്കൻ ഓടി വന്നു. എന്താ അച്ചോ, വിളിച്ചോ? ഇവർക്ക് രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കണം. അത്താഴവും കൊടുക്കണം. മത്തായി അമ്പരുന്നു. എവിടെയാണ് അച്ചോ? എൻ്റെ തലയിൽ. തൻ്റെ കഷ്ടിത്തല തൊട്ട് കാണിച്ചുകൊണ്ട് അച്ഛൻ ക്ഷുഭിതനായി പറഞ്ഞു. എടോ, ഈ വളപ്പിനുള്ളിൽ എവിടെയെങ്കിലും. പിന്നെ വിമലയോട് പറഞ്ഞു, അയാളുടെ കൂടെ ചെല്ല്. നാളെ എമ്മാനുവൽ അച്ഛൻ വരുമ്പോൾ കാണാം. വിമലയുടെ കണ്ണുകൾ വികസിച്ചു. അദ്ദേഹം നാളെ ഇവിടെ വരുമോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ വന്നേക്കും. തീർച്ചയില്ല. വിമല കുഞ്ഞുങ്ങളെയും കൂട്ടി മത്തായിയുടെ പിന്നാലെ നടന്നു അഗതി മന്ദിരത്തിൻ്റെ നേർക്ക്. അഗതി മന്ദിരത്തിലെ ജോലിക്കാരിലൊരാൾ വിമലയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. കഞ്ഞിയും പയറും. അതിനിന്നും മാറ്റമില്ല. പഴയ പിഞ്ഞാണങ്ങൾക്ക് പകരം സ്റ്റീൽ പാത്രങ്ങളാണെന്ന വ്യത്യാസം മാത്രം. കുട്ടികൾക്ക് കഞ്ഞി പകർന്നു കൊടുക്കുകയും സ്വയം കോരി കുടിക്കുകയും ചെയ്യുന്നതിനിടയിൽ വിമല പഴയകാലം ഓർത്തു.
വക്കുചനങ്ങിയ പിഞ്ഞാണവുമായി ആർത്തി നിറഞ്ഞ വിശപ്പോടെ വിളമ്പുകാരൻ്റെ തവിയിലേക്ക് നോക്കിയിരിക്കുന്ന ബാലിക. അവൾക്ക് അമ്മുവിൻ്റെ മുഖമാണെന്ന് തോന്നി. വിമല ഞെട്ടലോടെ അമ്മുവിനെ നോക്കി. അന്നൊക്കെ വെളിയിലെ ടാപ്പുകളിൽ പാത്രം കഴുകി വെക്കേണ്ടിടത്ത് വെച്ച ശേഷമേ ഉറങ്ങാൻ പോകാറുള്ളൂ. നാളെ തൻ്റെ മക്കളും ആ ചിട്ടകളൊക്കെ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞതും കുഞ്ഞുങ്ങൾ ഉറക്കം പിടിച്ചു. അവർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അഗതി മന്ദിരത്തിൻ്റെ ഒരൊഴിഞ്ഞ ഭാഗത്ത് ജമുക്കാളമിട്ട തറയിൽ കട്ടിക്കടലാസുകൾ വിരിച്ച് അതിനു മീതെ. വിമലയ്ക്ക് ഉറക്കം വന്നില്ല. 20 കൊല്ലം പിന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. അനാഥത്വത്തിൻ്റെ അതേ ഗന്ധം, ഇരുട്ടിന് അതേ നിറം, അതേ ഭയപാരവശ്യങ്ങൾ. ചുറ്റുപാടുകൾക്കൊന്നും മാറ്റമില്ല. അന്നത്തെ ഒരു ബാലികയുടെ സ്ഥാനത്ത് ഇന്ന് 4 പേരുണ്ടെന്ന വ്യത്യാസം മാത്രം. വെളിയിൽ കാറ്റ് വീശുന്നത് കേൾക്കാം. ജനാലയഴികൾക്കിടയിലൂടെ ചക്രവാളത്തിലെ മങ്ങിയ തീപ്പൊരികൾ കാണാം. വളരെ വർഷങ്ങൾക്ക് പിന്നിലെന്നോണം വിമല നിസ്സഹായയായി അങ്ങനെ ഇരുന്നു. ഒന്ന് മയങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണർന്നു. വല്ലവിധേനയും നേരം ഒന്ന് പുലർന്നു കിട്ടിയാൽ മതിയെന്നായി. കുട്ടികൾ രാവിലെ തന്നെ ഉണർന്നു. അമൽ എഴുന്നേറ്റ പാടെ പുറത്തിറങ്ങി. അനാഥ കുട്ടികളുടെ നീക്കങ്ങൾ നോക്കി നീളൻ വരാന്തയിൽ നിൽപ്പുറപ്പിച്ചു. അവരോടൊപ്പം ചെന്ന് കളിക്കാൻ വല്ല ക്ഷണവുമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അവൻ. അമ്മു വിമലയോട് ചോദിച്ചു, "ആ പിള്ളേരൊക്കെ ആരാ മമ്മി?" "അതൊക്കെ ഇവിടുത്തെയാ," വിമല പറഞ്ഞു. "അവരുടെ പപ്പയും മമ്മിയൊക്കെ എന്തിയെ?" വിമല വിഷമിച്ചു. "യേശുവിൻ്റെ കുഞ്ഞുങ്ങളാ അവർ." "യേശുവിൻ്റെ വീടാ ഇത്?" "യേശു എവിടെയാ?" "ആ ചാപ്പലിൽ." സമയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഉച്ചയായിട്ടും ആരും വിമലയെയോ കുഞ്ഞുങ്ങളെയോ അന്വേഷിച്ച് വന്നില്ല. എടത്തിലച്ചൻ രാവിലെ തന്നെ എവിടേക്കോ യാത്ര പോയി എന്നറിഞ്ഞു. വിമലയ്ക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഭക്ഷണം യഥാസമയം ലഭിച്ചിരുന്നു. വിശാലമായ വളപ്പിനുള്ളിലേക്ക് വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്തു. ഉച്ച തിരിഞ്ഞപ്പോൾ മത്തായി എന്നയാൾ വന്ന് വിമലയോട് അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. വിമല വേഗം കുട്ടികളെയും കൂട്ടി എഴുന്നേറ്റ് ചെന്നു. ഓഫീസ് കെട്ടിടത്തിൻ്റെ നീളൻ വരാന്തയുടെ അങ്ങേയറ്റത്തെ കോണിപ്പടി ചുവട്ടിലേക്ക് മത്തായി അവരെ കൂട്ടിക്കൊണ്ടുപോയി. മുറ്റത്ത് വെളുത്ത 2 കാറുകൾ കിടന്നിരുന്നു. "മുകളിലുണ്ട്," മത്തായി പറഞ്ഞു. ചവിട്ടിക്കയറുമ്പോൾ ശബ്ദമുണ്ടാകുന്ന കാൽപെരുമാറ്റം കൊണ്ട് തേഞ്ഞ മരക്കോവണിയിലൂടെ വിമല ആയാസപ്പെട്ട് കുട്ടികളെയും കൊണ്ട് കയറിപ്പോയി. വെളുത്ത പൂക്കൾ തുന്നിയ കടും നിറത്തിലുള്ള വാതിൽ വിരി മാറ്റിക്കൊണ്ട് അവൾ അകത്തേക്ക് കടന്നു. പലകത്തട്ടിൽ ചവിട്ടുമ്പോൾ കേൾക്കുന്ന മുഴക്കം അമലിന് രസകരമായി തോന്നി. അവൻ ആഞ്ഞു ചവിട്ടിക്കൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. "കടന്നു വരൂ," ഒരു നേർത്ത ശബ്ദം കേട്ടു. വിമല നോക്കുമ്പോൾ വെളിച്ചം മങ്ങിയ മുറിയിൽ ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന ചാരുബെഞ്ചിൽ എമ്മാനുവേലച്ഛൻ്റെ രൂപം കണ്ടു. അച്ഛൻ തീരെ ചെറുതായ പോലെ തോന്നിച്ചു. 2ഓ 3ഓ വയസ്സായപ്പോൾ തന്നെ പടുവൃദ്ധനായിപ്പോയ ശിശുവിൻ്റെ മുഖമായിരുന്നു അച്ഛന്. മൂടൽമഞ്ഞുപോലെ നരച്ച തലയുടെയും വെള്ളത്താടിയുടെയും നിറം മങ്ങിയിരുന്നു. ആ മുറിയുടെ എല്ലാ ജനാലവിരികളും കാറ്റിൽ ഇളകിക്കളിച്ചുകൊണ്ടിരുന്നു. 2ാം നിലയിലെ ഈ മുറിയിൽ നിന്ന് നോക്കിയാൽ അച്ഛനെ എല്ലായിടവും കാണണം. അതിനുവേണ്ടി ധാരാളം ജനാലകളോടെ അച്ഛൻ തന്നെ പണി കഴിപ്പിച്ച മുറിയായിരുന്നു അത്. ഒരലമാരയും മേശയും ചാരുബെഞ്ചും പഴയൊരു കട്ടിലും ഏതാനും ഇരിപ്പിടങ്ങളും മാത്രമേ മുറിയിലുള്ളൂ. അലമാരയ്ക്കുള്ളിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും. "മോളെ വാ," വാത്സല്യങ്കിനിയെന്ന സ്വരത്തിൽ അച്ഛൻ വിളിച്ചു. വിമല വേപതുവോടെ മക്കളുടെ കൈ പിടിച്ച് അരികെ ചെന്നു. അച്ഛൻ കുട്ടികളെ തലോടി. കാവിക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും കുറേ മിഠായികൾ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. "നിനക്കിപ്പോൾ 3 മക്കളായല്ലോ മോളെ," അച്ഛൻ വിമലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. "ദൈവം വീണ്ടും നിന്നെ അനുഗ്രഹിച്ചുവല്ലോ." വിമല പൊടുന്നനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തി. ജാലകവിരികളുടെ ഇടയിലൂടെ സായാഹ്നവെയിൽ ജനൽപ്പടിയിലും പലക വിരിച്ച തറയിലും വീണു കിടന്നു. ചുവന്ന വിരികളിൽ വെയിലടിച്ച് അതിനപ്പുറത്ത് അഗ്നി എരിയുന്നുണ്ട് എന്ന് തോന്നിപ്പിച്ചിരുന്നു. ജനൽപ്പടിയിൽ കൈകളൂന്നി പുറത്തേക്ക് നോക്കി നിന്ന എമ്മാനുവലച്ഛൻ്റെ താടിക്ക് മഞ്ഞ നിറം പകർന്ന പോലെ കാണപ്പെട്ടു. അച്ഛൻ ദീർഘനേരം അങ്ങനെ തന്നെ നിന്നു. അമൽ ചവിട്ടിക്കുലുക്കി ഒച്ചയുണ്ടാക്കിക്കൊണ്ട്
പലകത്തട്ടിലൂടെ ഓടിക്കളിച്ചു. കുഞ്ഞുവാവയും അമ്മുവിൻ്റെ കൈ വിടുവിച്ച് അമലിൻ്റെ ഒപ്പം ചാടി ഇടയ്ക്കിടെ മറിഞ്ഞു വീണു. താടി ഒഴിഞ്ഞുകൊണ്ട് എമ്മാനുവൽ അച്ഛൻ തിരിഞ്ഞു വിമലയെ ഒന്ന് പാളി നോക്കി. അവളെ അഭിമുഖീകരിക്കാൻ കരുത്തില്ലാതെ നോട്ടം മാറ്റുകയും ചെയ്തു. വാക്കിംഗ് സ്റ്റിക്ക് തറയിൽ ഊന്നിക്കൊണ്ട് അച്ഛൻ മൂകനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് അമലും കുഞ്ഞുവാവയും കിണുങ്ങി ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ മുമ്പിൽ വന്നു. കുഞ്ഞുവാവ 2 വട്ടം അച്ഛൻ്റെ കാവിപ്പായത്തിൽ കടന്നു പിടിച്ച് വലിക്കുകയും ചെയ്തു. അമൽ ഒരു വണ്ടി തള്ളും പോലെ അച്ഛനെ പുറകിൽ നിന്ന് തള്ളാൻ തുടങ്ങിയപ്പോൾ അമ്മു ചെന്ന് അവനെ പിടിച്ചു മാറ്റി. അച്ഛൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അഗാധമായ ചിന്തയിൽ മുഴുകി മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെന്നതറിയാതെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. മെലിഞ്ഞുണങ്ങിയ ആ ശരീരവും വാർദ്ധക്യം കൊണ്ട് പിടിപ്പെട്ട കൂനും ഇപ്പോൾ മുഖത്ത് നിഴലിച്ച വ്യതയും എല്ലാം ചേർന്ന് അദ്ദേഹത്തിന് 150 വയസ്സ് തോന്നിച്ചിരുന്നു. അച്ഛൻ വിമലയുടെ അരികിലേക്ക് വന്നു. മുഖമുയർത്തി അവളുടെ ദൈന്യത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ്റെ ശബ്ദത്തിൽ നിരാശ നിറഞ്ഞിരുന്നു. നിന്റെ ജീവിതം രക്ഷപ്പെട്ടപ്പോൾ അന്ന് അനുഭവിച്ച സന്തോഷത്തിൻ്റെ 10 മടങ്ങ് സങ്കടം ഇപ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നല്ലോ മോളെ. വിമല നനഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ കുഞ്ഞുങ്ങൾ പിച്ചപാത്രം എടുക്കാതെ. അച്ഛൻ ഒരു നിമിഷം ആലോചിച്ചു. ജോലി കിട്ടിയാലും ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ എന്തു ചെയ്യും? ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാമായിരുന്നു. അമ്മുക്കുട്ടിയും അമ്മയിലും സ്കൂളിൽ പോയിക്കൊള്ളും. ഇളയ മോനെ പകൽ മുഴുവൻ വല്ല ബേബി കെയർ സെൻറ്ററിലും. അച്ഛൻ അവളെ നോക്കി. അമ്മുവിനെ പോലെ അവളൊരു ചെറിയ കുട്ടിയായിരുന്നതും ഓർഫനേജിൽ വളർന്നതും അവളുടെ വിവാഹം താൻ ആശീർവദിച്ചതും കുട്ടികളുണ്ടായപ്പോൾ ഭർത്താവിനോടൊപ്പം തന്നെ കാണാൻ വന്നതും അച്ഛൻ ഓർത്തു. ഞാൻ മടങ്ങിപ്പോകാനുള്ള ഒരുക്കങ്ങളിലായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എല്ലാം വെച്ചൊഴിഞ്ഞു മോളെ. ദൈവത്തിൻ്റെ സഹായം കൊണ്ടും ഞാൻ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. വിശ്രമിക്കുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഇവിടെ വല്ലപ്പോഴും വന്ന് എൻ്റെ ഓമനകളെ കണ്ടിട്ട് പോകുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു കാര്യവുമില്ല എനിക്കിപ്പോൾ ഇവിടെ. വിമല പ്രത്യാശ വെടിയാതെ അദ്ദേഹത്തെ ഉറ്റുനോക്കി. അല്പനേരം ആലോചിച്ച് നിന്നിട്ട് അച്ഛൻ മേശയ്ക്കടുത്തേക്ക് ചെന്ന് പേനയും കടലാസും എടുത്ത് എഴുതാൻ തുടങ്ങി. എഴുതിയ കടലാസ് ഒരു കവറിലിട്ട് വിമലയെ ഏൽപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഒരു ശുപാർശക്കത്താണിത്. നിനക്ക് അല്പമെങ്കിലും ഭാഗ്യമുണ്ടോ എന്നറിയണമല്ലോ. നാളെ തന്നെ പോയിക്കൊള്ളൂ. വിമല കത്തിലേക്കും അച്ഛൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. കുട്ടികളെ ഓർഫനേജിൽ നിർത്തിയിട്ടാണ് വിമല പോയത്. വിമല തിരിച്ചെത്തിയിട്ടേ ഫാദർ ഇമ്മാനുവൽ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സമാധാനത്തിലാണ് വിമല പുറപ്പെട്ടത്. നഗരത്തിലെത്തിയ വിമല അച്ഛൻ നേരത്തെ നിർദ്ദേശിച്ച ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയിലെത്തി. തലനരച്ച ഒരു കാരണവരായിരുന്നു അതിൻ്റെ മാനേജർ. വിമല അച്ഛൻ കൊടുത്ത കത്ത് അയാളെ ഏൽപ്പിച്ചു. കത്ത് വായിച്ച ശേഷം അയാൾ വിമലയെ അടിമുടി നോക്കി. പേരെന്താണെന്നാ പറഞ്ഞത്? വിമല. ഇരിക്കൂ. അയാൾ ഒരാവർത്തി കൂടി കത്ത് വായിച്ചു. പിന്നെ റിസീവർ എടുത്ത് എങ്ങോട്ടോ ഡയൽ ചെയ്തു. തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വിമലയ്ക്ക് മനസ്സിലായി. തൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുകയാണ്. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ അവൾ ഇരുന്നു. റിസീവർ താഴെ വെച്ച ശേഷം അനുഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇവിടെ വാസ്തവത്തിൽ യാതൊരു ഒഴിവുമില്ല എന്നതാണ് സത്യം. വേണ്ടത്ര ആൾക്കാരുമുണ്ട്. വിമല ഹതാശയായി. കുറെ കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ മറ്റൊരിടത്ത് ബ്രാഞ്ച് തുറക്കുന്നുണ്ടായിരുന്നു. വിമലയുടെ കണ്ണുകളിൽ നീർ വന്നു മൂടി. വിമല മുമ്പ് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ജോലി പരിചയമില്ല. അയാൾ വീണ്ടും അച്ഛൻ്റെ കത്തെടുത്ത് വായിച്ചു. പിന്നെ വിമലയെ നോക്കി. ഫാദർ ഇമ്മാനുവൽ പറഞ്ഞാൽ എനിക്ക് ഉപേക്ഷിക്കാനും വയ്യ. അയാൾ ധർമ്മസങ്കടത്തിലാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി. ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അതോർത്ത് വിഷമിക്കേണ്ട. വിമല തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. അതും ശരിയാവില്ല. ഫാദർ അയച്ചതല്ലേ. ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞ് ഒരാളെ വേണം താനും. അയാൾ കൈപ്പിടം നിവർത്ത് ഒരു കൈനോട്ടക്കാരനെ പോലെ സ്വന്തം കൈരേഖകളിലേക്ക് നോക്കി. അയാൾ ആലോചിക്കുകയായിരുന്നു. ഏതായാലും വിമല പോന്നോളൂ. തൽക്കാലം വിമലയ്ക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ജോലി
ഞാൻ കണ്ടുപിടിക്കാം. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ഇവിടെ ഞങ്ങൾ മാന്യമായ ശമ്പളമാണ് ജോലിക്കാർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഒരു വേക്കൻസി ശരിക്കും ഉണ്ടാകുന്നത് വരെ നിങ്ങളോട് അത്രയും ഉദാരത കാണിക്കാൻ വയ്യ. തൽക്കാലം 1000 രൂപയോളം തരും. ഞാൻ സൂചിപ്പിച്ച ബ്രാഞ്ച് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. മനസ്സിലായോ? എന്ന് വിമല തലയാട്ടി. വാസ്തവത്തിൽ അവൾ അവിശ്വസനീയതയിലായിരുന്നു. ഇത് വിശ്വസിക്കാമോ? തനിക്ക് ജോലി ലഭിക്കും, 1000 രൂപയോളം ശമ്പളം ലഭിക്കും. ഇതുമൊരു ദുസ്വപ്നമായിരിക്കല്ലേ? അവളുടെ നിറകണ്ണുകളിൽ നന്ദിയുടെ തിളക്കം അയാൾ കണ്ടു. പോയിക്കൊള്ളൂ. സൗകര്യപ്രദമായ ദിവസം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ജോലിക്ക് ചേരാം. അതിനു മുമ്പ് താമസം, ഭക്ഷണം തുടങ്ങിയവയൊക്കെ ഏർപ്പാടാക്കിക്കൊള്ളണം. വിമല ഉച്ചയോടെ മടങ്ങി. ഓർഫനേജിൽ ഇമ്മാനുവലച്ചൻ വല്ലാത്ത വീർപ്പുമുട്ടലിലായിരുന്നു. അമലിനും കുഞ്ഞുവാവയ്ക്കും മമ്മിയെ കാണണം. അമൽ കരയുന്നില്ലെങ്കിലും അവൻ്റെ ഉന്മേഷവും പ്രസരിപ്പും എല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. കുഞ്ഞുവാവ കരച്ചിലായതുകൊണ്ടാണ് അച്ഛൻ അവരെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മിഠായി കൊടുത്തും മറ്റും അച്ഛൻ കുറേ നേരം അവരെ സമാധാനിപ്പിച്ച് നിർത്തി. അമൽ ഗേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കെ മമ്മി കടന്നു വരുന്നത് കാണായി. അവൻ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് കോണിപ്പടി ചാടി ഇറങ്ങി. കുഞ്ഞുവാവ പിറകെ പോകാൻ ഒരുങ്ങിയെങ്കിലും അച്ഛൻ തടഞ്ഞു. അമലിനെ വാരിയെടുത്തുകൊണ്ടാണ് വിമല കോണിപ്പടി കയറിയത്. മുകളിലെത്തിയപ്പോഴേക്കും അവൾ നന്നേ കിതച്ചു. കുഞ്ഞുവാവ കരഞ്ഞും കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അമലിനെ താഴെ നിർത്തിയ ശേഷം വിമല അവനെ എടുത്തു. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അമ്മുവിൻ്റെ ശിരസിൽ തഴുകി. വിഷമിച്ചു പോയോ മോളെ? ഇല്ലെന്നവൾ തലയാട്ടി. വിമല അച്ഛനെ നോക്കി. ഇവർ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കാണും ഇല്ലേ? ഇല്ല. എനിക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു എന്നത് ശരി. പക്ഷെ രസകരമായിരുന്നു. നീ പോയ കാര്യം എന്തായി മോളെ? ശരിയായോ? വിമല അച്ഛനെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് മെല്ലെ തലയാട്ടി. അതിൽ നന്ദിയും കൃതജ്ഞതയും പ്രതീക്ഷയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ടായിരുന്നു. എമ്മാനുവലച്ചന് പോകാനുള്ള കാർ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇന്നലെ തന്നെ തിരിച്ചു പോകാൻ വന്നവനാണ് ഞാൻ. സാരമില്ല. അച്ഛൻ വരാന്തയിലൂടെ നടക്കുന്നതിനിടയിൽ വിമലയോട് പറഞ്ഞു. എന്നിട്ട് തൻ്റെ കുപ്പായക്കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്ത് വിമലയുടെ നേർക്ക് നീട്ടി. വിമല ചോദ്യഭാവത്തിൽ നോക്കി. എൻ്റെ കയ്യിൽ ഇതേയുള്ളൂ മോളെ. പ്രതിഫലമില്ലാത്ത വേലയാണ് ദൈവത്തിൻ്റെ വേല. അതിനാൽ എനിക്കിവിടെ സ്നേഹമല്ലാതെ മറ്റ് സമ്പാദ്യങ്ങളൊന്നുമില്ല. വല്ലതും കയ്യിൽ കിട്ടിയാൽ ഈ ഓർഫനേജിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ചെലവായി പോവുകയും ചെയ്യും. ഇതൊന്നും വേണ്ടായിരുന്നു ഫാദർ. വേണം. ശമ്പളം കിട്ടുന്നത് വരെ നിനക്ക് ജീവിക്കണ്ടേ? ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, സോപ്പ്, ചീപ്പ്, എണ്ണ, പേസ്റ്റ് തുടങ്ങിയതൊക്കെ വാങ്ങണ്ടേ? വിമലയ്ക്ക് വാങ്ങുകയേ ഗത്യന്തരമുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഉപദേശിച്ചു. അവിടെ ചെന്നാൽ 1 മാസത്തിനുള്ളിൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും താമസിക്കാൻ പറ്റിയ ഒരു കൊച്ചു വീട് കണ്ടുപിടിക്കുക. ഒരു വീടിൻ്റെ പോർഷനായാലും മതി. കുട്ടികളെ സ്കൂളിൽ ചേർക്കാനുള്ള നടപടികളും 1 മാസത്തിനകം ചെയ്തിരിക്കണം. ഇളയ മോനെ കൊണ്ടുചെന്നാക്കാൻ സൗകര്യപ്രദമായ ഒരു ബേബി കെയർ സെൻ്ററും. 1 മാസം കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ. അവരൊറ്റയ്ക്കല്ലല്ലോ. ഇവിടെ എന്തുമാത്രം കുട്ടികളുണ്ട്. ഇളയമോൻ കരഞ്ഞേക്കുമായിരിക്കും. സാരമില്ല. നീ ഇല്ലാതെയും ജീവിക്കേണ്ടവരാണവർ. ഇവിടെ അവരെ നോക്കാൻ ഒരു സ്ത്രീയുണ്ട്. ഇളയമോൻ്റെ കാര്യം ഞാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇടത്തിലച്ഛനോടും ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട്. 1 മാസം പെട്ടെന്നങ്ങ് പോകും. എല്ലാ വീക്കെൻഡിലും വന്ന് നിനക്ക് കുഞ്ഞുങ്ങളെ കാണാമല്ലോ. ശനിയും ഞായറും അവരോടൊപ്പം താമസിക്കുകയും ചെയ്യാം. വാടക വീട് ശരിയായി കഴിഞ്ഞാൽ എന്നെ വന്ന് കാണണം. കുറച്ച് പണം കൂടി ഞാൻ തരാമോന്ന് നോക്കട്ടെ. നിനക്ക് ആവശ്യം വരും. അവർ കാറിനടുത്തെത്തി. അച്ഛൻ അവളുടെ ശിരസിൽ കൈവച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ശരി, പൊയ്ക്കോട്ടെ മോളെ. പ്രാർത്ഥനയോടെ വേണം ഓരോ ചുവടും വയ്ക്കാൻ. ദൈവം നിന്നെ തീരെ കൈവെടിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായില്ലേ? നിന്നെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ കീടങ്ങൾ എങ്ങനെ അറിയാൻ? അച്ഛൻ കാറിൽ കയറി. ഫാദർ ടാറ്റ. അമൽ കൈവീശി. കുഞ്ഞുവാവയും കൈവീശി. അച്ഛൻ കുഞ്ഞുങ്ങളെപ്പോലെ ചിരിച്ചുകൊണ്ട് തിരിച്ചും കൈവീശി കാട്ടി. കാർ നീങ്ങി. അപ്പോഴും കുട്ടികൾ കൈവീശിക്കൊണ്ടിരുന്നു.
കുഞ്ഞുങ്ങളെ ഓർഫനേജിൽ വിട്ടിട്ട് ജോലിസ്ഥലത്തേക്ക് പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ വിമലയ്ക്ക് ദേഹം തളരും പോലെ തോന്നി. 1 മാസത്തേക്കേ വേണ്ടി വരൂ. എല്ലാ വാരാന്ത്യത്തിലും വന്ന് കാണാം. കുട്ടികളോടൊപ്പം 2 ദിവസം ചെലവാക്കാം. എന്നാലും ദിവസങ്ങളോളം മക്കളെ കാണാതെ കഴിയുക, അവരുടെ സ്വരം കേൾക്കാതെ കഴിയുക. വിമല എഴുന്നേറ്റിരുന്ന് തൻ്റെ ഇടത്തും വലത്തുമായി കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ നോക്കി. 3 പേരും സുഖമായ ഉറക്കം. അമ്മു കുഞ്ഞുവാവയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അമൽ അല്പം മാറി തന്നിഷ്ടം പോലാണ് കിടപ്പ്. ഇടതുകാലിൻ്റെ മുട്ടുമടക്കി ചായ്ച്ച് വലതുപാദം മുട്ടിന്മേൽ കയറ്റി വെച്ച് തലയ്ക്കടിയിൽ 2 കൈകളും ചേർത്ത് വെച്ച് ആരെയും കൂസാത്ത ഒരു കൊച്ചു പോക്കിരിയെ പോലെ. അവനൊന്ന് വളർന്നിട്ട് വേണം തൻ്റെ ഈ കൊച്ചു കുടുംബത്തിനൊരു അത്താണിയുണ്ടാവാൻ. 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി എന്നാണ് അവൻ വളർന്നു വലുതാവുക? ഓർത്താൽ ഒരന്തവുമില്ല. കരകാണാ കടൽ പോലെ മുൻപിൽ അനന്തമായി കിടക്കണ ജീവിതം. വിമല നെടുവീർപ്പിട്ടു. വരാന്തയിൽ നിന്നുള്ള വെളിച്ചം മുറിയിലേക്ക് പാളി വീഴുന്നുണ്ട് ജനലിലൂടെ. ദൂരെ ഇരുട്ടാണെന്ന് ആദ്യം തോന്നി. നിലാവില്ല. എന്നാലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. രാവിലെ ഉണരേണ്ടതാണ്. നഗരത്തിൽ ചെന്ന് ജോലിക്ക് ചേരേണ്ടതുണ്ട്. ഇത്തിരി നേരമെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വിമല കുട്ടികൾക്കിടയിൽ ഒരു വശം ചെരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു. രാവിലെ ഉണർന്ന് പോകാനായുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴെല്ലാം വിമലയുടെ കണ്ണുകൾ അറിയാതെ നിറയുകയായിരുന്നു. മക്കൾ കാണാതെ ഇടയ്ക്കിടെ അവൾ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പി. പോകും മുമ്പ് അവൾ ഓർഫനേജിൻ്റെ ചുമതലക്കാരനായ മത്തായിച്ചനോടും ബാലവാടിയുടെ ചുമതലയുള്ള സിസിലിയാമ്മയോടും മേരിയോടും കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചു. ഒടുവിൽ അമ്മുവിനോടും പറഞ്ഞു, മോളെ, കുഞ്ഞുവാവയെ നല്ലപോലെ നോക്കിക്കൊള്ളണം. അമലിൻ്റെ കാര്യവും നീ വേണം നോക്കാൻ. അവൻ വല്ലയിടത്തും ഇറങ്ങിപ്പോകുന്നുണ്ടോ, മറ്റു കുട്ടികളുമായി വഴക്കിടുന്നുണ്ടോ എന്നൊക്കെ. അവനൊരു കൂസലില്ലാത്തവനാണെന്ന് മോൾക്കറിയാലോ. എപ്പോഴും അവൻ്റെ മേലൊരു കണ്ണ് വേണം. ആ 7 വയസ്സുകാരി എല്ലാം തലകുലുക്കി സമ്മതിച്ചു. ഞാൻ പോയിട്ട് ശനിയാഴ്ച വരും. അതുവരെയല്ലേ ഉള്ളൂ, മോള് വിഷമിക്കണ്ട. പോകാനിറങ്ങിയപ്പോൾ എടത്തിൽ അച്ഛൻ വിമലയെ ആശ്വസിപ്പിച്ചു. വിമല മക്കളുടെ കാര്യം ആലോചിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. പിന്നെ മത്തായിച്ചനുണ്ട്, സിസിലിയാമ്മയുണ്ട്. മാത്രമല്ല വേറെ എത്രയോ കുട്ടികൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇത് വെറും 1 മാസത്തേക്കല്ലേ ഉള്ളൂ. എമ്മാനുവൽ അച്ഛൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഞാൻ കുട്ടികളെ പിരിഞ്ഞിരുന്നിട്ടില്ല. വിമലയുടെ തൊണ്ടയിടറി. ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പോകുന്നതുപോലെ കരുതിയാൽ മതി. അതിനേക്കാൾ വലിയൊരു മനസമാധാനമുണ്ടോ? സിസിലിയാമ്മ കുഞ്ഞുവാവയെ എടുത്തുകൊണ്ട് ഗേറ്റ് വരെ വന്നു. അമലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അമ്മുവും. വിമല റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. മമ്മി ടാറ്റ. അമൽ ഗേറ്റിൽ പിടിച്ചു നിന്ന് കൈ വീശി. കുഞ്ഞുവാവയും വിളിച്ചു പറഞ്ഞു ടാറ്റ. വിമല തിരിഞ്ഞു നോക്കി. ചിരിയൊന്നുമില്ല കുഞ്ഞുവാവയുടെ മുഖത്ത്. അവൻ കരഞ്ഞേക്കുമെന്ന് തോന്നി. അമലിൻ്റെ മുഖത്തുമുണ്ട് മുറുകി നിൽക്കുന്ന ഒരു വല്ലായ്മ. വിമല നിന്നു. ഹൃദയത്തിൻ്റെ നാഡികളെല്ലാം വലിഞ്ഞു പൊട്ടുന്നത് പോലൊരു വേദന. വിമല പൊടുന്നനെ റോഡ് മുറിച്ച് തിരികെ ഓടി. ഗേറ്റിനരികിൽ വന്ന് സിസിലിയാമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഒരു തേങ്ങലോടെ ഉമ്മ വെച്ചു. അമലിൻ്റെ ശിരസിൽ അമർത്തി തലോടി. ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ചേച്ചി തിരിച്ചു കൊണ്ടുപോയിക്കോ. വിമലയുടെ ഒച്ചയടഞ്ഞു. പോയിക്കോ മോളെ. അമൽ നീയും ചെല്ല്, മമ്മിയെ വിഷമിപ്പിക്കാതെ. അമ്മു അനുസരിച്ചു. അമലിൻ്റെ കൈക്ക് പിടിച്ചവൾ തിരിഞ്ഞു നടന്നു ഓർഫനേജിലേക്ക്. പിറകെ സിസിലിയാമ്മയും. അവർ ഓർഫനേജിൻ്റെ അങ്കണത്തിലെത്തും വരെ വിമല നോക്കി നിന്നു. കണ്ണ് നിറഞ്ഞു വന്ന് ആ കാഴ്ച മറഞ്ഞു. തൂവാലയെടുത്ത് കണ്ണ് തുടച്ചുകൊണ്ട് വിമല ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 1 ഡസനോളം ലേഡീസ് ഹോസ്റ്റലുകൾ. വ്യക്തികൾ നടത്തുന്നതും സംഘടനകൾ നടത്തുന്നതും സമുദായങ്ങൾ നടത്തുന്നതുമുണ്ട്. തീർത്തും ചെലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു ഹോസ്റ്റലായിരുന്നു വിമലയ്ക്ക് വേണ്ടിയിരുന്നത്. അതിനായി കുറേ അധികം നേരം നഗരത്തിൽ അലഞ്ഞു. ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയിലെ ലേഖ വിമലയ്ക്ക് കൂട്ടുവന്നു. അവൾക്ക് നഗരം പരിചിതമായതുകൊണ്ട് ഏതൊക്കെ ഹോസ്റ്റലുകൾ എവിടെയൊക്കെയുണ്ട് എന്നറിയാമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാനേജരോട് അനുവാദം വാങ്ങി പോന്നതാണ് 2 പേരും. ഒടുവിൽ വൈകുന്നേരത്തോടെ ലേഖയുടെ നിർദ്ദേശപ്രകാരം താരതമ്യേന തനിക്ക് പറ്റിയതെന്ന് തോന്നിയ ഒരു ഹോസ്റ്റൽ വിമല തിരഞ്ഞെടുത്തു. വൈകാതെ തന്നെ പെട്ടിയും ബാഗും മറ്റുമായി അവിടെ കുടിയേറുകയും ചെയ്തു. തീരെ ഇടുങ്ങിയ മുറി, 2 കട്ടിലുകൾ. ഒരെണ്ണത്തിൽ ആൾ താമസമുണ്ട്. ആൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. എത്തിയിട്ടില്ല.
വിമല പെട്ടിയും ബാഗും കട്ടിലിനടിയിൽ തള്ളി വെച്ചു. അതിനേ സ്ഥലമുള്ളൂ. 2 കട്ടിലുകളുടെയും നടുവിൽ കൂടി ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാം. ഒരെഴുത്തുമേശ, 2 കസേരകൾ, ഒരു ഭിത്തിയലമാര, വാഷ് ബേസിൻ, ചുമർക്കണ്ണാടി. തീർന്നു മുറിയിലെ ഉപകരണങ്ങൾ. സന്ധ്യയോടെ അടുത്ത കട്ടിലിൻ്റെ അവകാശി ഡ്യൂട്ടി കഴിഞ്ഞെത്തി. പരിചയപ്പെട്ടു. പേര് നന്ദിനി, ചെറുപ്പക്കാരി, ഹോസ്പിറ്റലിൽ നേഴ്സാണ്. കല്യാണം കഴിച്ചതാണോ? വിമല ചോദിച്ചു. ഒരു വട്ടം. ചിരിച്ചുകൊണ്ടാണ്. ഇതിലെന്ത് തമാശ? വെറുതെ പറഞ്ഞതല്ല. ഒരു വട്ടം കഴിച്ചു. ഡൈവോഴ്സ് കഴിഞ്ഞു. 2ാം വട്ടത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികൾ? അങ്ങനെയൊരു മാരണമില്ല. മാരണം. വിമലയ്ക്ക് അനിഷ്ടം തോന്നി. വിമലയോ? ഞാനൊരു വിധവയാണ്. 3 കുഞ്ഞുങ്ങളുണ്ടെനിക്ക്. പിന്നീട് വിശദമായി സംസാരിച്ചു വന്നപ്പോൾ ആദ്യം തോന്നിയ നീരസം അലിഞ്ഞുപോയി. ജോലിസ്ഥലത്ത് ലേഖ നല്ല കൂട്ടുകാരിയായിരുന്നു. സെയിൽസ് ഗേളായിട്ടാണ് നിയമനം കിട്ടിയത്. ധാരാളം ഇടവേളകളും വിശ്രമവുമുള്ള ജോലി. മാനേജരും മറ്റ് സഹപ്രവർത്തകരും സന്മനസ്സോടെ പെരുമാറി. എങ്ങും ഒരു തടസ്സവുമില്ല. 2-3 ദിനം കൊണ്ട് ചിരപരിചിതരെ പോലെയായി. ഹോസ്റ്റൽ ജീവിതമായിരുന്നു ദുസ്സഹം. രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. ദൂരെ അഗതി മന്ദിരത്തിൽ തൻ്റെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, അമ്മയെ കാണാതെ. ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നതുപോലെ. അവർ ഇന്ന് എന്ത് കഴിച്ചു? വിശന്നിരിക്കുകയാവുമോ? അമൽ ആരും ശ്രദ്ധിക്കാനില്ലാതെ വല്ല വഴിക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുമോ? കുഞ്ഞുവാവ അമ്മയെ കാണാഞ്ഞ് കരഞ്ഞു തളർന്ന് കിടക്കുകയാവുമോ? എല്ലാം ഓർക്കുമ്പോൾ പാരവശ്യമാണ്. അമ്മുവിൻ്റെ പകച്ച മുഖം കാണാമെന്ന് തോന്നും. കുഞ്ഞുവാവയുടെ കരച്ചിൽ കേൾക്കാമെന്ന് തോന്നും. നിരത്തുവക്കിലൂടെ ഓടിത്തളർന്ന് എങ്ങോട്ടെന്നില്ലാതെ തനിയെ നടന്ന് നീങ്ങുന്നത് അമലല്ലേ? വിമല കണ്ണുകൾ ഇറുക്കി അടയ്ക്കും. എന്നാലും അകക്കണ്ണിൽ കാഴ്ചകൾക്ക് മങ്ങലുണ്ടാവില്ല. തലയിണയിൽ മുഖം അമർത്തി നന്ദിനി കേൾക്കാതെ അടക്കി പിടിച്ച് കരയും. താൻ ഇരുട്ടത്ത് കിടന്ന് കരയുവാ? അവൾ ചോദിക്കും. അതിനിപ്പോൾ എന്തുണ്ടായി? കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു മനസ്സമാധാനവുമില്ല. അവരെ അഗതി മന്ദിരത്തിലാക്കിയിട്ട് പോന്ന ഒരമ്മയാ ഞാൻ. അതിനിത്ര നെർവസ് ആകേണ്ട കാര്യമെന്താ? നമ്മളുമൊക്കെ ഒരിക്കൽ കുട്ടികളായിരുന്നില്ലേ? മക്കൾ മാരണമെന്ന് വിശേഷിപ്പിച്ചവളാണ്. അവൾക്ക് മനസ്സിലാവുകയില്ല. ജോലി കഴിഞ്ഞുള്ള സമയത്ത് സന്ധ്യയാവുന്നതുവരെ വിമല വീടന്വേഷണമായിരുന്നു. കൂട്ടിന് ലേഖയും ഉണ്ടാവും. ഒരു ചെറിയ വാടക വീട് വേണം. ഒരമ്മയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കും താമസിക്കാൻ പറ്റിയ വീട്. പല വീടുകൾ കണ്ടു. ഒന്നുകിൽ വാടക വളരെ കൂടുതൽ, അതുമല്ലെങ്കിൽ വാസസൗകര്യം തീരെ കുറവ്. മിക്കതും വലിയ വീടുകളാണ്. ഓർഫനേജിൽ വിമലയുടെ കുട്ടികളുടെ സ്ഥിതി അത്ര മെച്ചമൊന്നുമായിരുന്നില്ല. വിമല പോയ ദിവസം തന്നെ അമൽ ഓർഫനേജിലെ ഒരു കുട്ടിയുമായി ശണ്ട കൂടി. എടത്തിലച്ഛൻ വിളിച്ച് ശാസിച്ചപ്പോൾ മമ്മിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഗേറ്റ് കടന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ ചെന്ന മത്തായിച്ചേട്ടനെയും മേരിയെയും അവൻ കടിക്കുകയും മാന്തുകയും ചെയ്തു. റോഡിൽ നിന്നുകൊണ്ട് അലറിക്കരഞ്ഞ് ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഒടുവിൽ അമ്മു തന്നെ വേണ്ടി വന്നു അവനെ പിന്തിരിപ്പിക്കാൻ. അവൾ ചെന്ന് വഴക്കു പറയുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തപ്പോൾ ആട്ടിൻകുട്ടിയെപ്പോലെ ശാന്തനായി അവൻ അനുസരിച്ചു. രാത്രിയായപ്പോൾ കുഞ്ഞുവാവയുടെ മട്ടും ഭാവവും മാറി. മമ്മിയെ വിളിച്ചവൻ കരയാൻ തുടങ്ങി. മത്തായിച്ചേട്ടനും സിസിലിയാമ്മയും കുറേ നേരം എടുത്തുകൊണ്ട് നടന്നുവെങ്കിലും ഫലം ഉണ്ടായില്ല. പാതിരാ വരെ അവൻ ചിണുങ്ങിക്കൊണ്ടിരുന്നു. ഒന്നും കഴിക്കാനും കൂട്ടാക്കിയില്ല. ഒടുവിൽ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് തളർന്നുറങ്ങി. പിറ്റേന്നും പകലും രാത്രിയുമെല്ലാം ഇതുതന്നെയായിരുന്നു അവസ്ഥ. അമ്മു എടുത്തുകൊണ്ട് നടന്നാൽ കരച്ചിൽ നിർത്തും. അവൾ വാരിക്കൊടുത്താൽ അല്പം വല്ലതും കഴിക്കും. ആ 7 വയസ്സുകാരിക്ക് അവനെ എത്ര സമയം ചുമക്കാനാവും? 3-ാം ദിവസം മുതൽ അമലിൻ്റെ ഭാവവും മാറി. ഉന്മേഷം അപ്രത്യക്ഷമായി. മുഖത്തൊരു വല്ലായ്മ നിറഞ്ഞു. മറ്റു കുട്ടികളോട് കളിക്കുന്നതും മിണ്ടുന്നതും നിർത്തി. എവിടെയെങ്കിലും തനിച്ചിരിക്കാനായിരുന്നു അവനിഷ്ടം. സന്ധ്യ മയങ്ങിയാൽ അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ചിണുങ്ങാൻ തുടങ്ങും. വലിയ കരച്ചിലൊന്നുമില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം, വഴക്ക്. എന്നെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോ, ഞാൻ പൊയ്ക്കോളാം. ഒടുവിൽ അമ്മുവും വശം കെട്ടു. അമലിൻ്റെയും കുഞ്ഞുവാവയുടെയും കാര്യം നോക്കാനും അവരെ സമാശ്വസിപ്പിക്കാനും അവളുണ്ട്. എന്നാൽ അവൾക്ക് ആര് സാന്ത്വനം നൽകും? അവൾക്കും മമ്മിയെ കാണണം, സങ്കടങ്ങൾ പറയണം. രാത്രിയിൽ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ അവളുടെ ചെന്നുകളിലൂടെ വലിയ കണ്ണുനീർത്തുള്ളികൾ നിശബ്ദമായി ഉരുണ്ടു വീഴും. അമൽ പിന്നെ സദാസമയവും ഗേറ്റിൽ ചെന്ന് നിൽക്കുന്നത് പതിവാക്കി. വല്ലായ്മയോടെ റോഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ചോദിച്ചാൽ പറയും, മമ്മി അതിലെന്താ പോയേ? വണ്ടിയെ കയറി.
ശനിയാഴ്ച വരെ വിമല തീക്കനലുകളുടെ മീതെ എന്നവണ്ണമാണ് കഴിച്ചു കൂട്ടിയത്. ശനിയാഴ്ച ആയപ്പോഴേക്കും തീരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. നെഞ്ചിലൊരു അഗ്നികുണ്ഡം എരിയുന്നുണ്ടെന്ന് തോന്നി. ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ മാനേജരോട് അനുവാദം ചോദിച്ചിറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് അവൾ കയറിപ്പോയ ഓട്ടോറിക്ഷയ്ക്ക് തീരെ വേഗത പോരായിരുന്നു. ആളെ കയറ്റാനും ഇറക്കാനും ബസ് ഇടയ്ക്കിടെ നിർത്തുന്നത് അവളെ അരിശം കൊള്ളിച്ചു. ബസ്സിൽ നിന്നും ഇറങ്ങി അഗതി മന്ദിരത്തിലേക്ക് നടന്ന അവളുടെ കാലുകൾക്കും വേഗത പോരായിരുന്നു. വിമല ചെല്ലുമ്പോൾ മുറ്റത്തോ വരാന്തയിലോ ആരെയും കണ്ടില്ല. നോവൽ നാളെ തുടരും.